ഹലോ ഗായ്സ്, വെൽക്കം ടു ചാനൽ ടച്ചൂസ് റസ്ന. അപ്പോൾ കുറേ നാളായി ഇപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കനിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു പേസ്റ്റ് ഇട്ടിട്ട് അതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി മുളകുപൊടി ഉപ്പ് കുരുമുളക് മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിന് ശേഷം നമ്മൾ ചട്ടി എടുത്തിട്ട് അതിലേക്ക് എന്താ പറയുക സബോള നമുക്ക് വഴറ്റാൻ സബോള നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊരു 3 സബോള എടുത്തതെന്ന് തോന്നുന്നു. അപ്പോൾ 3 സബോള എറിഞ്ഞിട്ട് നമ്മളത് വഴിച്ചെടുത്തിട്ട് എന്താ പറയുക അതിലേക്ക് തന്നെ നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ മുന്തിരി. അപ്പോൾ മുന്തിരിയൊക്കെ വേണ്ടവർ ഇട്ടാൽ മതി, മുന്തിരി ഇഷ്ടമുള്ളവർക്ക് ഇടാം. ഇവിടെ മുന്തിരി ഇഷ്ടമല്ല, പക്ഷെ എന്നാലും അങ്ങ് ഇട്ടു. ഇപ്പോൾ മുന്തിരി അത് കഴിഞ്ഞിട്ട് ചിക്കൻ നമ്മൾ നേരത്തെ മസാല പരട്ടിയത് ചിക്കൻ ഉണ്ടായില്ലേ, ആ ചിക്കനായിരുന്നു ഇപ്പോൾ നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ടായേ. അപ്പോൾ ആ ചിക്കൻ എന്താ പറയുക ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് വേവിച്ചെടുക്കാട്ടെ. മീൻസ് എടുക്കാന്ന് വെച്ചാൽ ഇത്തിരി മുരിഞ്ഞോട്ടെ അങ്ങനെ. അപ്പോൾ അതിന് എന്താ പറയുക ഇത്തിരി വെള്ളം ഉഴുന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക മൊരിച്ചിട്ടോളട്ടെ ചിക്കൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചിക്കനിൽ ഇട്ട് കൊടുത്താൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നമ്മൾ ഇപ്പോഴും ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നമ്മൾ ചിക്കൻ വറുത്ത ആ വെളിച്ചെണ്ണയില്ലേ, ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിട്ട് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് കുരുമുളക് പൊടി മല്ലിപ്പൊടി മുളകുപൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതിന് പൊടികളുടെയൊക്കെ ഒരു പച്ചക്കുത്തും ചോയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിന് മാറും. ഇപ്പോൾ എന്നിട്ട് നമുക്ക് അതിലേക്ക് 2 പച്ചമുളക് നടുകീറി ഇട്ട് കൊടുത്തിട്ട് ഒരു 1.5 തക്കാളി നമ്മൾ എടുത്തിട്ട് അത് റൗണ്ടിൽ കീറിയാണ് കേട്ടോ. റൗണ്ടിൽ കീറുമ്പോൾ ഒരു വെഞ്ഞാലോ അപ്പോൾ നമ്മൾ അങ്ങനെ ഇതാക്കിയതാട്ടോ. അപ്പോൾ തക്കാളിക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് മൂടി വെക്കുക. അതിന് ശേഷം നമ്മൾ എന്താ പറയുക സബോള എന്താ പറയുക ഇത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. സബോള ഇട്ടിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച സബോളയില്ലേ അതിന് തുണ്ടെടുത്തിട്ട് അങ്ങനെ ആക്കിയതാണ്. നമ്മൾ നേരത്തെ വഴറ്റി വെച്ച സബോള ബിരിയാണിയുടെ മേലെ ഇടാനുള്ള സബോള കേട്ടോ. ഇത് എന്താ പറയുക അതിൽ നിന്ന് കുറച്ചെടുത്ത് അതുപോലെ വേറെ ഇത്തിരി സബോള എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചു. അതിനുശേഷം നമ്മൾ ആ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് ഉണ്ടാക്കി വെച്ചതിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ചോറ് മേലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു ദമ്മ് ബിരിയാണി ആട്ടോ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത ചിക്കൻ നേരത്തെ വറുത്ത ഉള്ളി ഇട്ട് കൊടുക്കുക, മുന്തിരി ഇട്ട് കൊടുക്കുക. ഇത്തിരി ക്യാരറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാരറ്റ് വേപ്പില ഞങ്ങളുടെ ഇവിടുത്തെ വേപ്പില ആയിരുന്നു. അപ്പോൾ നമുക്ക് വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ